മോഹൻലാൽ ചിത്രം സ്ഫടികമാണ് മലയാളത്തിൽ റീ റിലീസ് ട്രെൻഡുകൾക്ക് തുടക്കമിട്ടത്. 3 വർഷത്തെ റീ റിലീസ് ചരിത്രമെടുത്താൽ ഒരുപിടി എവർഗ്രീൻ ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് മുന്നിൽ വീണ്ടും എത്തി. അതിൽ തന്നെ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. ഹരിഹരൻ, MD വാസുദേവൻ നായർ തുടങ്ങിയവർ മെനഞ്ഞെടുത്ത ക്ലാസിക് ഹിറ്റ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പ്രേക്ഷകരിൽ കൗതുകവുമായിരുന്നു. പരിമിതമായ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ ഒരുക്കിയവരെ പ്രകീർത്തിച്ച് പുതുതലമുറയും രംഗത്തെത്തി. ചന്തു എന്ന കഥാപാത്രമായി മമ്മൂട്ടി തിളങ്ങിയ ചിത്രത്തിന്റെ റീ റിലീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. റീ റിലീസ് ചെയ്ത് 16 ദിവസത്തെ കണക്കുകൾ നോക്കിയാൽ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിന്റെ പ്രകാരം 1 കോടിയിലധികം ഗ്രോസാണ് ഇതുവരെ ഒരു വടക്കൻ വീരഗാഥ റീ റിലീസിൽ നിന്നും നേടിയിരിക്കുന്നത്. ഇതുവരെ റീ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. ആവനാഴി, പാലേരി മാണിക്യം, വല്യേട്ടൻ എന്നിവയായിരുന്നു മുമ്പ് റീ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങൾ. അതേസമയം മലയാളത്തിൽ ഇതുവരെ ആകെ 7 സിനിമകളാണ് റീ റിലീസ് ചെയ്തത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, ആവനാഴി, പാലേരി മാണിക്യം, വല്യേട്ടൻ, ഒരു വടക്കൻ വീരഗാഥ എന്നിവയാണ് ആ സിനിമകൾ. ഇനിയും ചില സിനിമകൾ റീ റിലീസിന് ഒരുങ്ങുന്നുമുണ്ട്. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ആണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഡൊമിനിക് എന്ന ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി എത്തിയത്. ബസൂക്കയാണ് റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം. മഹേഷ് നാരായണൻ ചിത്രം കളങ്കാവൽ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റു മമ്മൂട്ടി ചിത്രങ്ങൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.